RSS മുൻ പ്രാന്ത സംഘാലക് PB മേനോൻ ശ്രദ്ധാഞ്ജലി ഇന്ന് നടക്കും. RSS സർസംഘ് ചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കും. നെടുമ്പാശ്ശേരി ഇന്നേറ്റ് കൺവെൻഷൻ എക്കോലാൻഡിൽ രാവിലെ 10:30 ശ്രദ്ധാഞ്ജലി. ഇന്നലെ രാത്രി സർസംഘ് ചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് കൊച്ചിയിലെത്തി. രാവിലെ PB മേനോന്റെ കുടുംബാംഗങ്ങളെയും സർസംഘ് ചാലക് സന്ദർശിക്കും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനും സുധീഷ് ഗോപാലും ചേരുന്നുണ്ട്. ജിജീഷ്, സർസംഘ് ചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് PB മേനോന്റെ കുടുംബത്തെ കണ്ടോ? എപ്പോഴാണ് ഈ ശ്രദ്ധാഞ്ജലി സമ്മേളനം നടക്കുക? 8:30 സർസംഘ് ചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് PB മേനോൻ സാർ അദ്ദേഹത്തിന്റെ ആലുവയിലെ വസതിയിലെത്തി കുടുംബാംഗങ്ങളെ കാണുക. അതിനുശേഷം 10:30 ശ്രദ്ധാഞ്ജലി ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തോട് സമീപമുള്ള ആ ഹാളിലാണ് ശ്രദ്ധാഞ്ജലി ചടങ്ങുകൾ ഉള്ളത്. ഈ ശ്രദ്ധാഞ്ജലി ചടങ്ങിൽ അദ്ദേഹം അനുസ്മരണ പ്രഭാഷണം നടത്തും. നെടുമ്പാശ്ശേരി ഇന്നേറ്റ് കൺവെൻഷൻ എക്കോലാൻഡിൽ ാണ് ഈ ശ്രദ്ധാഞ്ജലി സമ്മേളനം ഉള്ളത്. ഇന്നലെ രാത്രി 11:30 സർസംഘ് ചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് കൊച്ചിയിലെത്തി. പ്രധാനമായും അദ്ദേഹത്തിന്റെ ഒരേ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ആണ് മോഹൻ ഭാഗവത് എത്തിയിരിക്കുന്നത്. അത് PB മേനോൻ അദ്ദേഹത്തിന്റെ അനുസ്മരണ ശ്രദ്ധാഞ്ജലി ചടങ്ങുമായി ബന്ധപ്പെട്ടാണ്. വർഷങ്ങളുള്ള ഒരു അടുപ്പമാണ് PB മേനോൻ സാറും ഒപ്പം തന്നെ സർസംഘ് ചാലക് ഡോക്ടർ മോഹൻ ഭാഗവതും ഉള്ളത്. 2 പതിറ്റാണ്ടോളം പ്രാന്ത സംഘചാലക് എന്ന കേരളത്തിന്റെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രധാനപ്പെട്ട ചുമതലയിൽ പ്രവർത്തിച്ച ആളായിരുന്നു PB മേനോൻ സാർ. ഒപ്പം തന്നെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലും സന്നദ്ധ മേഖലകളിലും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെതായ കയ്യൊപ്പുകൾ അദ്ദേഹം ചാർത്തിയിട്ടുണ്ട്. എങ്ങനെയെല്ലാം സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നത് തന്നെയായിരുന്നു മേനോൻ സാർ പ്രധാനമായും ചിന്തിച്ചത്. അങ്ങനെ സമാജത്തിന്റെ സേവനത്തിനും സമാജത്തിന്റെ ഉന്നമനത്തിനുമായുള്ള ഒരു പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരുന്നു. അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാര്യകർത്താക്കളെല്ലാം തന്നെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലെ കാര്യകർത്താക്കളെല്ലാം PB മേനോൻ സാറിനെ അനുസരിച്ചുകൊണ്ട് വ്യക്തമാക്കുകയും ചെയ്തത്. പകരക്കാരനില്ലാത്ത ഒരു കർമ്മയോഗിയായിരുന്നു മേനോൻ സാർ എന്നവരെല്ലാം തന്നെ അനുസ്മരിച്ചിരുന്നു. ആ ഒരു വലിയ ബന്ധം മേനോൻ സാറിന്റെ വേർപാട് അറിഞ്ഞപ്പോൾ തന്നെ സർസംഘ് ചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് അതിവേഗത്തിൽ ഇവിടെ എത്താനുള്ള അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കണം എന്നൊരു കാര്യം സംഘപ്രവർത്തകരെ കേരളത്തിലെ സംഘ കാര്യകർത്താക്കളെ അറിയിച്ചിരുന്നു. തുടർന്നാണ് ഇന്ന് ശ്രദ്ധാഞ്ജലി ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഡോക്ടർ മോഹൻ ഭാഗവത് എത്തുന്നത്. ഒപ്പം തന്നെ ജസ്റ്റിസ് N നാഗരേഷ് ആയിരിക്കും ഈ ഒരു ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുക. മുതിർന്ന പ്രചാരകൻ S സേതുമാധവൻ അടക്കമുള്ള സംഘ കാര്യകർത്താക്കളും ഒപ്പം തന്നെ കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ പ്രമുഖരായ ആളുകളും എല്ലാം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് PB മേനോൻ അദ്ദേഹത്തെ അനുസ്മരിക്കും. രാഷ്ട്രീയ സംഘപ്രവർത്തകരുടെ പ്രിയപ്പെട്ട മേനോൻ സാറിന്റെ ഓർമ്മകളിലൂടെ തന്നെയാണ് എല്ലാവരും കടന്നു പോകുന്നത്. അദ്ദേഹം ബാക്കി വെച്ചു പോയ ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. അങ്ങനെ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒപ്പം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ വിവിധ ഭാഗങ്ങളിൽ ശ്രദ്ധാഞ്ജലി ചടങ്ങുകൾ സംഘടിപ്പിച്ചു വരുന്നത്. വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിലും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെയും എല്ലാം തന്നെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സർസംഘ് ചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് എത്തിയിട്ടുള്ളത്. ഏകദിന സന്ദർശനമാണ് കൊച്ചിയിലെ അദ്ദേഹത്തിന്റെ സന്ദർശനം. ഇതിനുശേഷം ശ്രദ്ധാഞ്ജലി ചടങ്ങിന് ശേഷം അദ്ദേഹം തിരികെ മടങ്ങും. ശരി, ജിജീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇനി സുധീഷ് ഗോപാലിലേക്ക് പോകാം. സുധീഷ്, നമുക്കറിയാം PB മേനോൻ സാറും ഡോക്ടർ മോഹൻ ഭാഗവതും വളരെ ആത്മബന്ധം സൂക്ഷിച്ച 2 RSSന്റെ പ്രമുഖ നേതാക്കളാണ്. അപ്പോൾ ഇപ്പോൾ PB മേനോന്റെ ശ്രദ്ധാഞ്ജലി ചടങ്ങിൽ ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കുമ്പോൾ ശരിക്കും അതൊരു വൈകാരിക നിമിഷമായിരിക്കില്ലേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം? അശ്വതി, ഇന്ന് രാവിലെ 9:15 മോഹൻ ഭാഗവത് ഈ PB മേനോൻ്റെ വീട്ടിൽ എത്തും എന്നതാണ് അറിയുന്നത്. ഇതിന് അദ്ദേഹം എത്തുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസിൻ്റെ ഭാഗത്തുനിന്നും മറ്റും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ സർസംഘ് ചാലക് മോഹൻ ഭാഗവത് ഇന്നലെ ഇവിടെ കാര്യാലയത്തിൽ RSSൻ്റെ കാര്യാലയത്തിലാണ് താമസിക്കുന്നത്. അവിടെ നിന്നും രാവിലെ 9 മണിയോടെ ഇറങ്ങി 9:15 ഈ വീട്ടിലെത്തും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇവിടെ നിന്നും പിന്നീട് ഇവിടുത്തെ PB മേനോൻ്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം അദ്ദേഹം നെടുമ്പാശ്ശേരിയിൽ വെച്ച് നടക്കുന്ന ഈ ശ്രദ്ധാഞ്ജലി ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി പോകും. അത് 10:30 ശ്രദ്ധാഞ്ജലി ചടങ്ങ് നടക്കുന്നത്. അവിടെ മുഖ്യപ്രഭാഷകനായി അദ്ദേഹം പങ്കെടുക്കും എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തുതന്നെയായാലും വളരെ ആത്മസൗഹൃദം
ഉള്ള രണ്ട് വ്യക്തികളായിരുന്നു ഡോക്ടർ മോഹൻ ഭഗവതും അതുപോലെ തന്നെ PB മേനോനും. RSSൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെയും ഇവരുടെ പങ്കും നമുക്കറിയാം. അതിലെല്ലാം തന്നെ വളരെ ഇവർ കാര്യങ്ങളെല്ലാം കേരളത്തിലെ കാര്യങ്ങളെ സംബന്ധിച്ചും എല്ലാം ആശയവിനിമയം നടത്തിയിരുന്ന വ്യക്തിയായിരുന്നു PB മേനോൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വേർപാടിൻ്റെ ദുഃഖം അത് വലിയ രീതിയിൽ തന്നെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവതിനുമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ എത്തിച്ചേരുമ്പോൾ അത് കുടുംബാംഗങ്ങൾക്കടക്കം ഒരു വലിയ വൈകാരിക നിമിഷമായിരിക്കും സമ്മാനിക്കുക എന്ന കാര്യത്തിലും സംശയമില്ല. ഇന്ന് രാവിലെ 9:15 ഇവിടെ എത്തിച്ചേരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ പോലീസിൻ്റെ വലിയ സന്നാഹം തന്നെയാണ് ഉള്ളത്. സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ കൃത്യമായി നടക്കുന്നു. വലിയ നിയന്ത്രണങ്ങളും ഈ അദ്ദേഹം സന്ദർശിക്കുന്ന ആ സമയത്ത് ഇവിടെ ഉണ്ടാകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തു തന്നെയായാലും വളരെ വൈകാരിക ബന്ധം കാത്തുസൂക്ഷിച്ച രണ്ട് വ്യക്തിത്വങ്ങളായിരുന്നു RSSൻ്റെ സംഘചാലക് മോഹൻ ഭഗവതും അതോടൊപ്പം തന്നെ RSSൻ്റെ പ്രാന്ത സംഘചാലകായിരുന്ന PB മേനോനും. ഒരു ബന്ധം അതിൻ്റെ ഒരു ഇവിടെ വീട്ടിലേക്ക് അദ്ദേഹം ഇല്ലാത്ത ഒരു സമയത്ത് ഇവിടേക്ക് എത്തിച്ചേരുമ്പോൾ നമുക്കറിയാം അത് വളരെ വൈകാരികമായ ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാക്കുക. അദ്ദേഹത്തിൻ്റെ വേർപാട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ വിഷമത്തോടെ തന്നെയാവും അദ്ദേഹം ഇവിടെ എത്തിച്ചേരുക എന്ന കാര്യത്തിലും സംശയമില്ല. ഇവിടെ നിന്നും ഏതാണ്ട് 15-20 മിനിറ്റോളം ഇവിടെ ചിലവഴിക്കുമെന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അവിടെ നിന്നും റോഡ് മാർഗം തന്നെ നെടുമ്പാശ്ശേരിയിലേക്ക് പോകും. അവിടെ 10:30 ചടങ്ങുകൾ ആരംഭിക്കുക. അതിനുശേഷം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് തന്നെ അദ്ദേഹം തിരികെ മടങ്ങും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അശ്വതി. സുധീഷ്, ഈ നിമിഷത്തിൽ നമുക്ക് PB മേനോൻ സാറിനെ ഒന്ന് ഓർത്തെടുക്കേണ്ടതുണ്ട്. സംഘത്തിന് വേണ്ടി ജനിച്ച വ്യക്തി, അതായിരുന്നില്ലേ അദ്ദേഹം? തീർച്ചയായും അശ്വതി, സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വളരെ ക്രിയാത്മകമായി ഇടപെടുകയും അതോടൊപ്പം തന്നെ എല്ലാവരോടും വളരെ എളിമയോടെ പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു PB മേനോൻ്റേത്. അദ്ദേഹത്തിൻ്റെ വേർപാടും വളരെ വേദനയാണ് ഈ പ്രസ്ഥാനത്തിനും അതോടൊപ്പം തന്നെ നാടിനും എല്ലാം തന്നെ വലിയ നഷ്ടമാണ് വരുത്തിയതെന്നും നമുക്കറിയാം. നമ്മുടെ ജനം TV തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹം ചെയ്ത അതിനുവേണ്ട പിന്തുണയുമായി എല്ലാം കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. അതും നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട്. അങ്ങനെ RSSുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ ക്രിയാത്മകമായി ഇടപെടുകയും അതോടൊപ്പം തന്നെ ഒരു ഹൈന്ദവ യുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ച ദേശീയതയിൽ ഊന്നിയുള്ള ഒരു ജീവിതമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചതും. അദ്ദേഹത്തിൻ്റെ ഈ വേർപാട് അത് സംഘപ്രവർത്തനങ്ങൾക്കും അതോടൊപ്പം തന്നെ നാടിൻ്റെ ഉയർച്ചയ്ക്കും എല്ലാം തന്നെ വലിയ ഒരു പ്രത്യാഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന കാര്യവും നമുക്ക് എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധാഞ്ജലി നടക്കുമ്പോഴും സമൂഹത്തിലെ നാനാ തുറകളിൽപ്പെട്ട വ്യക്തിത്വങ്ങളായിരിക്കും അവിടെ അണിനിരക്കുന്നതെന്ന കാര്യത്തിലും സംശയമില്ല. അങ്ങനെ അത്ര കണ്ട് ഈ നാടിനു വേണ്ടി ഇല്ലെങ്കിൽ ദേശീയതയിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു വ്യക്തിത്വം എന്ന നിലയ്ക്ക് തന്നെയാണ് RSSൻ്റെ സർസംഘചാലക് തന്നെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധാഞ്ജലി ചടങ്ങിലേക്ക് എത്തിച്ചേരുന്നത് എന്നതും നമുക്ക് ഇതിനോടൊപ്പം തന്നെ എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ്. അശ്വതി.